2025 നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ വിദ്യാർത്ഥികളുടെ മുൻപിലുള്ളൂ. വിദ്യാർത്ഥികളെല്ലാവരും ആത്മാർത്ഥമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 നീറ്റിൽ വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് പരീക്ഷകൾ എഴുതി പരിശീലിക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റിൽ ഒരു ഗംഭീര പ്രോഗ്രാമുണ്ട്. BTS ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്. BTSൻ്റെ കോർഡിനേറ്ററായ ജോസഫ് സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ് സാറിനോട് നമുക്ക് ആദ്യമേ തന്നെ ചോദിക്കാം. സർ, തീർച്ചയായിട്ടും ഈ ഒരു BTSൻ്റെ പ്രധാന പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മുടെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. BTS എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാം, ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ആണ്. അതെ. അപ്പം ഇനിയുള്ള സമയം നമ്മൾ നിരവധിയായ എക്സാമിനൊരു പ്രാക്ടീസ് ആവേണ്ട സമയമാണ്. യെസ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയും ചാപ്റ്ററുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യുകയായിരുന്നു BTSൽ. എല്ലാ ഞായറാഴ്ചയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയും ഓരോ ചാപ്റ്ററിന് എക്സാം ആയിരുന്നു. എന്നാൽ ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക്, നമ്മുടെ റിവിഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കാരണം റിപ്പീറ്റേഴ്സ് ബാച്ചിനൊപ്പമാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോവുക. ഓക്കെ. കാരണം റിപ്പീറ്റേഴ്സിനൊപ്പമാണ് നമ്മളിതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം പോകുന്ന ഈ പ്രോഗ്രാമിൽ റിപ്പീറ്റേഴ്സിന് സെയിം ഷെഡ്യൂൾ നമ്മൾ BTSലെ കുട്ടികൾക്ക് നൽകുകയാണ്. ഓക്കെ. അപ്പോൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എല്ലാ ചാപ്റ്ററിലെയും നമ്മൾ 11 യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ യൂണിറ്റിലെയും ഫിസിക്സിൻ്റെ 2 ചാപ്റ്റർ, കെമിസ്ട്രിയുടെ 2 ചാപ്റ്റർ, ബോട്ടണിയുടെ 2 ചാപ്റ്റർ, സുവോളജിയുടെ 2 ചാപ്റ്റർ, അങ്ങനെ 8ഓളം ചാപ്റ്ററുകൾ ഓരോ യൂണിറ്റിലും ഉണ്ടാവും. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഓരോ യൂണിറ്റ് എക്സാം നടക്കുന്നു. അത് ജനുവരി 22 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ ഈ യൂണിറ്റ് എക്സാമിൽ കഴിയും. പിന്നെ നമ്മൾ യൂണിറ്റ് കോമ്പിനേഷനാണ്. യൂണിറ്റ് 1+2, 3+4, അങ്ങനെ യൂണിറ്റ് കോമ്പിനേഷനുകൾക്ക് ശേഷം ഫസ്റ്റ് ഇയർ ടോപ്പിക്കുകൾ തന്നെ, സെക്കൻഡ് ഇയർ ടോപ്പിക്കുകൾ തന്നെ, തുടർന്ന് നമ്മളങ്ങോട്ട് ഓൾ യൂണിറ്റ് എക്സാമുകൾ ഒരു നീണ്ട നിരയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 37ഓളം എക്സാമുകൾ നമ്മൾ തുടക്കത്തിൽ ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഓക്കെ. അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും സാർ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയാൻ ആഗ്രഹം, എത്ര എക്സാമുകളിലൂടെയായിരിക്കും വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്? അതിലൂടെ അവർക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് എങ്ങനെയാണ്? നമ്മൾ 37 എക്സാം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തതായിട്ട് പറഞ്ഞു. ഓക്കെ. എന്നാൽ ആക്ച്വലി 37 അല്ല. ഈ ഓരോ എക്സാമിൻ്റെയും തലേ ദിവസം നമ്മുടെ ലേണിംഗ് ആപ്പിൽ ഒരു പ്രീ മോഡൽ എക്സാം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 37 എക്സാമിൻ്റെയും തലേ ദിവസം പ്രീ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ 37 + 37 അപ്പോൾ 74 എക്സാം. ഇനി നമ്മൾ ഗ്രൂപ്പ് 1 എന്നൊരു കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ എക്സാം എഴുതുക. അതായത് റിപ്പീറ്റേഴ്സിന് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് എക്സാം നടത്തുന്നത്. ഇത് ആദ്യത്തെ 19 എക്സാമിന്. അപ്പോൾ ഗ്രൂപ്പ് 2-ന് അടുത്ത 19 എക്സാം ഉണ്ട്. ആ 19 എക്സാമും നമ്മുടെ BTSലെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ആ 19 എക്സാമിനും അതിൻ്റെ തലേ ദിവസം പ്രീ മോഡൽ എക്സാം ലേണിംഗ് ആപ്പിലുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ എടുത്തു കഴിയുമ്പോൾ 112 എക്സാം BTSൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും 112 എക്സാമിൽ എഴുതി പ്രാക്ടീസ് ആകാനുള്ള സുവർണ അവസരമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാണ്ട് വീണ്ടും നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കുട്ടികൾക്ക് ലാസ്റ്റ് നൽകുന്നുണ്ട്. അങ്ങനെ 112 + 10 122 എക്സാമാണ് ബ്രില്യൻറ്റിലെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സാർ, എനിക്ക് തോന്നുന്നു നിരവധി വർഷങ്ങളായി നമ്മുടെ ഒരു BTS പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്. തീർച്ചയായിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെ അതിൻ്റെ ഒരു കോർഡിനേറ്റർ സാറാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഓരോ എക്സാമും എഴുതി മുന്നോട്ട് വരുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതും സാർ തീർച്ചയായിട്ടും സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെയാണ് സാർ? നമ്മളിപ്പോൾ 122 എക്സാമിൻ്റെ കാര്യം പറഞ്ഞു. അതെ. 180 ക്വസ്റ്റിനാണ് ഓരോ എക്സാമിനും നമ്മൾ എഴുതുന്നത്. അപ്പോൾ 122 × 180 23,000-ലധികം ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എല്ലാ ഭാഗത്തൂടെയും കുട്ടി കടന്നു പോവുകയാണ്. ഇനി ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്ന് കരുതുക, എങ്കിൽ പോലും അവിടെ പ്രശ്നമില്ല. തെറ്റിയത് പഠിക്കാൻ തയ്യാറായാൽ അത് കൊച്ചിനെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ എക്സാം കുട്ടി ഇന്ന് ഈ ഭാഗം ശ്രദ്ധിക്കാനുണ്ട് എന്നൊരു നിർദ്ദേശം ആ കുട്ടിക്ക് കൊടുക്കുക ഓരോ എക്സാമും ചെയ്യുക. അപ്പോൾ ഈവൻ കൊച്ചിന് എക്സാമിൽ അത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ആ തെറ്റിയത് എന്തുകൊണ്ട് തെറ്റിയെന്ന് അന്വേഷിക്കുന്ന കുട്ടിക്ക് അത് പഠിച്ച് ശരിയായ കാര്യം മനസ്സിലാക്കി കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരാൻ പറ്റും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏറ്റവും ടോപ്പിലേക്ക് എത്തിയ കേരള സെക്കൻഡ് വാങ്ങിച്ച പത്മനാഭ മേനോൻ 720-716 മാർക്ക് വാങ്ങിച്ച കുട്ടിയും പറയുകയുണ്ടായി, അവൻ ഏപ്രിൽ മാസവും എക്സാം എഴുതുമ്പോൾ പല ക്വസ്റ്റ്യൻസും തെറ്റാറുണ്ടായിരുന്നു എന്ന്. പക്ഷേ തെറ്റിയതോർത്ത് വിഷമിക്കുകയല്ല ചെയ്തേ, ആ തെറ്റിപ്പോയത് അന്ന് തന്നെ പഠിക്കാനുള്ള മനസ്സ് കാണിച്ചു. അതുകൊണ്ട് ആ കുട്ടിക്ക് ഏറ്റവും ടോപ്പിലേക്ക് 716 എന്ന് പറയുന്ന ഒരു ഹൈ സ്കോറിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസാണ് നമ്മുടെ BTSൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും കിട്ടുന്നത്. കാരണം അവന് തെറ്റിലൂടെയും പഠിക്കാം, തെറ്റിപ്പോയാലും കുഴപ്പമില്ല, തെറ്റിലൂടെയും പഠിച്ച് അവൻ്റെ നീറ്റ് എക്സാം ആകുമ്പോൾ പെർഫെക്റ്റ് ആകാനുള്ള ഒരു അവസരം.
അതാണ് നമുക്ക് BTS ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുക. സർ, അതുപോലെ തന്നെ ബെർലിനിലെ എക്സാമുകൾക്ക് വലിയ ഒരു സ്വീകാര്യതയാണ് കേരളത്തിലെമ്പാടും നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, ഈ വർഷവും അതൊട്ടും പിന്നിലല്ല, മുന്നിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ജോസഫ് സാറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കും? ഓഫ്ലൈനായിട്ട് എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുള്ള സാധ്യതകളൊക്കെ അവർക്കുണ്ടോ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മൾ വലിയ ക്രമീകരണമാണ് ചെയ്തിരിക്കുക. നമ്മുടെ റിപ്പീറ്റേഴ്സിൻ്റെ ഉൾപ്പെടെ നമ്മുടെ എല്ലാ ജില്ലകളിലും നിരവധി സെൻറ്ററുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ കുട്ടികൾക്ക് വന്ന് ഓഫ്ലൈനായിട്ട് വന്ന എക്സാമിനുള്ള സംവിധാനം നമുക്കുണ്ട്. സർ, അപ്പോൾ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിനോടൊപ്പമാണ് എക്സാം എഴുതാമെന്ന്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നമുക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉള്ളത്. അവരോടൊപ്പമാണ് BTS ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിയുടെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ BTSൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നിരവധിയായ റിപ്പീറ്റേഴ്സ് കുട്ടികളോടൊപ്പം അവരുടെ എക്സാക്റ്റ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം BTSൽ എക്സാമിൽ നിന്ന് ഓരോ കുട്ടിക്കും ലഭിക്കുകയാണ്. അത് ആഗ്രഹിച്ച് തന്നെയാണ് ഈ കുട്ടികൾ നമ്മുടെ പ്രോഗ്രാമിൽ ആക്ച്വലി ജോയിൻ ചെയ്യുക. കാരണം യഥാർത്ഥ കോമ്പറ്റീഷൻ, കാരണം നമുക്കറിയാം 90% കേരള യൂണിവേഴ്സിൻ്റെ റിസൾട്ട് കിട്ടുന്ന സ്ഥാപനം ബ്രില്യൻ്റ് ആണ്. അത്രയും ടോപ്പ് സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥാപനത്തിൽ അവരോടൊപ്പം എക്സാം എഴുതാൻ കിട്ടുന്ന ഒരു അവസരം അതൊരു സുവർണാവസരം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് BTSൻ്റെ ഭാഗമാകാൻ എത്രത്തോളം ഫീസ് ആവുമെന്നൊക്കെ അറിയണമെന്നുണ്ടാവും. അപ്പോൾ ഫീസും പിന്നെ ഇതിനുള്ളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സാറിന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ BTSന് വെച്ചിരിക്കുന്നത്. വെറും 2000 രൂപ. ഈ 122 എക്സാം എഴുതാൻ വേണ്ടി 2000 രൂപ മാത്രമേ BTSൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് മുടക്കേണ്ടതുള്ളൂ. അതോടൊപ്പം +2 മാർക്കിൻ്റെയും കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോറിൻ്റെയും ബേസിൽ നമ്മൾ നിരവധിയായ സ്കോളർഷിപ്പുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ ആ സ്കോളർഷിപ്പ് ഉള്ള കുട്ടിയെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ളൂ. അപ്പം BTSൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിരവധി എക്സാമുകൾ ലഭിക്കും. അതുപോലെ കൃത്യമായ പ്ലാനോടുകൂടി രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ എക്സാമിൻ്റെ ഭാഗമാവും എന്നുള്ളതൊക്കെ സാർ വ്യക്തമാക്കി തരണം. അപ്പോൾ ഇത്രയും മാത്രമാണോ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്? BTSൽ മറ്റെന്തൊക്കെ വിദ്യാർത്ഥികളെ കാത്തിരിപ്പുണ്ട്? സാറേ, നിരവധി ഫീച്ചേഴ്സ് BTSൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും നമ്മൾ ഇനിയും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഏതൊരു കോഴ്സിനെയും ഫാം തന്നെയാണ്. ഇപ്പോൾ എക്സാമിന് കുട്ടിക്ക് നമ്മൾ വീഡിയോ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അത് എന്തുകൊണ്ട് തെറ്റി, അതിൻ്റെ യഥാർത്ഥ ആൻസർ എങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലേണിംഗ് ആപ്പിൽ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തെറ്റിപ്പോയത് കണ്ടു നോക്കി ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കി ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള വലിയൊരു അവസരം. 2023 ജേക്കബിന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ എയിംസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ഏറ്റവും നമ്മുടെ BTS ജോയിൻ ചെയ്ത ജേക്കബിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് നമ്മുടെ വീഡിയോ സൊല്യൂഷനാണ്. ഓരോ എക്സാമിന് ശേഷവും തെറ്റിപ്പോയത് കൃത്യമായിട്ട് വീഡിയോ സൊല്യൂഷൻ നോക്കി മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് വലിയൊരു അവസരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് റിപ്പീറ്റേഴ്സിനൊപ്പം നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് അവൻ്റെ എക്സാക്റ്റ് പൊസിഷൻ എവിടെയാണ്, ഇനി അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവനാവശ്യമായ മെൻറ്റർ സപ്പോർട്ട് നൽകാനും നമുക്ക് എല്ലാ കുട്ടികൾക്കും ഓരോ മെൻറ്ററെ നൽകുന്നുണ്ട്. നമ്മുടെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണതല്ല. ഇതുകൂടാണ്ട് ഓരോ എക്സാമിന് ശേഷവും ഡയറക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ റിസൾട്ട് അനാലിസിസ് മീറ്റിങ്ങുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇത് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാണ്ട് ലേണിംഗ് ആപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. 4.9 സ്റ്റാർ റേറ്റിംഗുള്ള ലേണിംഗ് ആപ്പിൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിലെയും വീഡിയോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള ക്ലാസ് സെലക്ട് ചെയ്ത് കാണാനുള്ള അവസരം. അതുകൂടാണ്ട് നിരവധി ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ, യൂണിറ്റ് എക്സാമുകൾ, ഓൾ യൂണിറ്റ് എക്സാമുകൾ നിരവധി. നമ്മളിപ്പോൾ 122 എക്സാമിൻ്റെ കാര്യം പറഞ്ഞു. അതുകൂടാണ്ട് ലേണിംഗ് ആപ്പിൽ നിരവധിയായ എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഇതെല്ലാം നമ്മുടെ ലേണിംഗ് ആപ്പിലുണ്ട്. അങ്ങനെ വലിയൊരു ഫീച്ചേഴ്സാണ് നമ്മുടെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അവൈലബിൾ ആകുക. സർ, 2024 തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഒന്നാമൻ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലാണ് ശ്രീനന്ദ് ശർമ്മൻ. ശ്രീനന്ദ് ശർമ്മനെ ബ്രില്യൻ്റ് ആദരിച്ചത് 1 കോടി രൂപ സ്കോളർഷിപ്പ് നൽകിയാണ്. BTSൻ്റെ ഭാഗമാകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പിന്, ബ്രില്യൻറ്റിലെ സ്കോളർഷിപ്പിന് അർഹനാണോ? തീർച്ചയായിട്ടും അർഹനാണ്. ബ്രില്യൻ്റ് സ്റ്റുഡൻറ്റ് മാത്രമാണ് നമ്മുടെ BTS സ്റ്റുഡൻ്റ് എങ്കിൽ അവന് തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു സ്കോളർഷിപ്പിനും അർഹതയുണ്ട്. അവനെ നമ്മൾ വിക്ടറി ഡേക്ക് വിളിക്കുകയും ചെയ്യും, അവനെല്ലാ സ്കോളർഷിപ്പ് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്കറിയാം സിയോണ മരിയ ഡിസൂസ, ജേക്കബ് ബിബിൻ ഇവരെല്ലാവരും നമ്മുടെ സ്കോളർഷിപ്പിന് അർഹരായവരാണ്. അവരെല്ലാം നമ്മുടെ വിക്ടറി ഡേക്ക് വന്ന് ഈ സ്കോളർഷിപ്പ് വാങ്ങിയവരുമാണ്. ഇതെല്ലാം നമ്മളും മീഡിയയും എല്ലാം കണ്ട് മനസ്സിലാക്കിയതുമാണ്. 2024 ബ്രില്യൻ്റെ ഭാഗമായിരുന്ന BTS പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളെല്ലാവരും എപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാന വസ്തുതകളിൽ ഒന്നാണ് ബ്രില്യൻ്റെ എക്സാമുകൾ. ബ്രില്യൻ്റെ എക്സാമുകൾക്ക് അവരുടെ വിജയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം അവരെല്ലാവരും അഭിപ്രായപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ BTSൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ഡിസംബർ 29-ാം തീയതിയാണ്. അതുപോലെ തന്നെ റിവിഷൻ മോഡൽ എക്സാം
22-ാം തീയതി, ജനുവരി 22-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി വിദ്യാർത്ഥികൾ 2025-ലെ നീറ്റ് എൻട്രൻസ് എക്സാമിലെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കെല്ലാം എക്സാം എഴുതി പരിശീലിക്കാൻ, എക്സാം എഴുതി വിജയിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം BTSന്റെ ഭാഗമാകാൻ വിദ്യാർത്ഥികൾ എല്ലാവരും ചെയ്യേണ്ടത് www.brilliantpara.org എന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം 0482220610. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.